ഹലോ, അസ്സാം വലൈക്കും. ടേസ്റ്റിക് സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കുട്ടി റെസിപ്പിയാണ്. ബാക്കി വന്ന ചോറ് കൊണ്ട് എങ്ങനെ സിമ്പിളായിട്ടൊരു വട ഉണ്ടാക്കാമെന്നും അതിന് പറ്റിയൊരു ചമ്മന്തിൻ്റെ റെസിപ്പി കൂടി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചോറാണ് കേട്ടോ. ചോറ് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് ഇതുപോലെ എടുത്തു വെക്കാം. ഇനി അരിപ്പൊടി വേണം, പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത്തിരി ഉപ്പും. ചോറ് നന്നായിട്ട് അടിച്ച് എടുക്കണം. ഇതുപോലത്തെ പരുവായിരിക്കണം കേട്ടോ. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു കട്ടി പോലെ വരണം, എന്നാലേ അതിന് നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി നമ്മൾ എടുക്കുന്ന അളവനുസരിച്ചിട്ടാണ്. ഞാൻ 2 കപ്പ് ചോറാണ് കേട്ടോ എടുത്തത്. പിന്നെ നമുക്കിനി കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി നമുക്ക് ഈ കൈ കൊണ്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ, മിക്സ് ചെയ്തിട്ട്. ഞാനിവിടെ ഒരു ബാക്കി വന്ന കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാൻ നേരത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദോശമാവ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ അത് കുഴച്ചെടുക്കാം. രണ്ടും കുഴപ്പമൊന്നുമല്ല, സെയിം ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഗ്യാസിൽ ഒരു ചട്ടി ചൂടാക്കാം കേട്ടോ പൊരിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ പരുവം നോക്കി ഇതുപോലെ ഇരിക്കണം. കണ്ടോ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെയാണ് കിട്ടിയത്. നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വട മിക്കവർക്കും ഇത് ഇടാനായിട്ട് അറിയില്ല. അത് ഇടണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് കൈ ഒന്ന് നനച്ചതിന് ശേഷം അതിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഷേപ്പിൽ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് പുറത്തെടുക്കാം. മറ്റൊരു രീതി നോക്കാം. നമുക്ക് ഇതുപോലെ ഒരു തവി, അതിൻ്റെ താഴെ ഇതുപോലെ വെള്ളം നനച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ, നേരത്തെ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ, ചിലർക്ക് കൈ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെയും ചെയ്യാം. ഇനി നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ആ കൈ കൊണ്ട് തന്നെ ഒന്ന് വെള്ളം നനച്ചിട്ട് ആ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ വട പിടിച്ചിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നേരം നമുക്ക് എണ്ണയിൽ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ, ഉള്ളൊക്കെ ഒന്ന് വേകുന്നത് വരെ. ഇനി നമുക്ക് ഈ വടക്ക് പറ്റിയൊരു സിമ്പിൾ ചട്നിയുടെ റെസിപ്പി നോക്കാം. സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് സവാള, മുളക് പൊടി,
ഒരു വെളുത്തുള്ളി, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മതി. ഇനി പുളി നമുക്ക് വേണമെങ്കിൽ പുളി യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിനാഗിരി 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ പുളിയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നല്ല സിമ്പിളായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ വടക്ക് പച്ച ചട്നിയാണ് കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.